ഹലോ വെൽക്കം ടു ആൻ ദ ഗോ വിത്ത് ജിജീസ്. എൻ്റെ ട്രാവൽ വ്ളോഗും റിവാണ്ട വ്ളോഗും ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. How are you? അപ്പോൾ ഇന്നും നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് അക്കാഗിറ നാഷണൽ പാർക്കിലേക്കാണ്. ഒരു ആഫ്രിക്കൻ സഫാരി അതിനാണ് പോകുന്നത്. നമ്മുടെ കാറിൽ തന്നെയാണ് പോകുന്നത്. ക്രിസ്റ്റഫറാണ് ഡ്രൈവ് ചെയ്യുന്നത്. പാർക്കിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടൂർ ഓപ്പറേറ്റർ വഴിയാണ് പോണത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും വില്ലേജസും ഒക്കെ നമുക്ക് കാണാം. ഈ ട്രിപ്പ് ഒരു 2 ഡേ ട്രിപ്പാണ് കേട്ടോ. അപ്പം ഇന്ന് വൈകിട്ട് ഞങ്ങളവിടെ എത്തും. അപ്പോൾ ഒരു ബോട്ടിംഗ്, നാളെയാണ് സഫാരി. ഓക്കെ, വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിപ്പം കിഗാലി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഔട്ട് ഓഫ് ടൗൺ കുറച്ച് ദൂരം വന്നു. ഇതൊരു ചെറിയ വില്ലേജാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വില്ലേജ് കഴിഞ്ഞാൽ ഒരു ടൗൺ വരും. പിന്നെ വീണ്ടും വില്ലേജ്, പിന്നെ ടൗണ്, അങ്ങനെയായിട്ടാണ് കേട്ടോ. റുവാണ്ട ത്രൂ ഔട്ട് സെയിം ലാൻഡ്സ്കേപ്പാണ്. ഹില്ലും വാലിയും, റോളിംഗ് ഹിൽസ്, ലാൻഡ് ഓഫ് റോളിംഗ് ഹിൽസ് എന്നാണ് റുവാണ്ടനെ പറയുന്നത്. ആഫ്രിക്കയിലും നെൽകൃഷി ഉണ്ട് കേട്ടോ. ധാരാളം നെൽകൃഷി ഞാൻ ഇവിടെ റുവാണ്ടയെ കണ്ടു. നമ്മളെ നാട് പോലെ തന്നെ ഉണ്ട് അല്ലേ. ഒരു ലോങ് സ്ട്രെച്ച് ഫുൾ നെൽകൃഷി തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്ന അക്കാഗിറ നാഷണൽ പാർക്ക് അത് ഒരു സവാന പാർക്കാണ്. സവാന പാർക്ക് എന്ന് പറഞ്ഞാൽ പുൽത്തകിട് സവാന അതില്ലേ, അതാണ് ആ എക്കോസിസ്റ്റമാണ് അവിടെ. അത് റുവാണ്ടൻ്റെ ഈസ്റ്റേൺ പാർട്ടിൽ, ഈസ്റ്റേണിലാണ്. ടാൻസാനിയൻ്റെ ബോർഡർ ആയിട്ടാണ് കേട്ടോ ഈ ഫോറസ്റ്റ് വരുന്നത്. അവിടെ ധാരാളം ആനിമൽസ് ഉണ്ട്. ലയൺസ്, എലിഫൻറ്റ്സ്, ജിറാഫ്സ്, റൈനോസ്. പിന്നെ അത് നല്ല ഭംഗിയുള്ളൊരു ഫോറസ്റ്റ് അതൊന്നും പറയില്ല. ഫുൾ എന്താ പറയുക, ലേക്സ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്, ഗ്രാസ് ലാൻഡ്. സവാനയാണല്ലോ, ഗ്രാസ് ലാൻഡ് ഉണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു നാഷണൽ പാർക്കാണ് കേട്ടോ. പിന്നെ ലേക്സിൻ്റെ അകത്തൊക്കെ നിറയെ ഹിപ്പോസും ഹിപ്പോപ്പൊട്ടാമസും ക്രോക്കഡൈൽസും ധാരാളം ഉണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അങ്ങനെ ഒരു ലോങ് സ്ട്രെച്ച് ഓഫ് നെൽകൃഷി പാടങ്ങളാണ്. കിഗാലിയിൽ നിന്ന് ഒരു 3 hours ഡ്രൈവാണ് അക്കാഗിറയ്ക്ക്. ഇതിപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു പൈനാപ്പിൾ ബോയിനൊക്കെ ഉണ്ട്. പൈനാപ്പിൾ അയാൾ ഫാമിൽ നിന്ന് വിൽക്കാൻ കൊണ്ടുപോവുകയാണ് മാർക്കറ്റിൽ. അപ്പം അയാളുടെ അടുത്ത് നിന്ന് 2 പൈനാപ്പിൾ മേടിച്ചു. അതാണ് കേട്ടോ കാണുന്നത്. That could be this one. White? You asked me which will white? You will have it tomorrow. Yeah. Yes. അങ്ങനെ 2 പൈനാപ്പിൾ മേടിച്ചു. ക്രിസ്റ്റഫർ അത് ബൂട്ടിൽ വയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ പേയ്മെൻറ്റ് മോമോ എന്ന് പറഞ്ഞൊരു വാലറ്റ്, നമ്മൾ കാശ് വാലറ്റിലേക്ക് ഇടും. അവർക്കൊക്കെ ഒരു മോമോ നമ്പർ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ UPI പോലെ ഒരു ഡിഫറെൻറ്റ് സിസ്റ്റം. അതിലൂടെയാണ് കേട്ടോ പേയ്മെൻറ്റ്. അപ്പോൾ അതിൽ പേ ചെയ്യാണ്. ഇപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൺ ദ വേ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. പക്ഷേ ക്രിസ്റ്റോഫ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ കഴിക്കുകയാണ്. അത് സ്വീറ്റ് പൊട്ടേറ്റോ ആണ്. എന്തൊക്കെയോ അവരുടെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റോഫ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു ബേക്കറി പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. ഇത് കണ്ടോ, വലിയ ഹ്യൂജ് ബണ്ണാണ്. ഇത് സ്വീറ്റ് പൊട്ടേറ്റോയിൽ ഇവിടെയുള്ള എല്ലാ സാധനവും സ്വീറ്റ് പൊട്ടേറ്റോൻ്റെ പൊടിയോ മാവോ ഫ്ലോർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ സ്വീറ്റ് പൊട്ടേറ്റോ ആണ്. സ്വീറ്റ് പൊട്ടേറ്റോ ബണ്ണാണ്. ധാരാളം സ്വീറ്റ് പൊട്ടേറ്റോ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അത്രേ. അപ്പോൾ ഞാനൊരു ബണ്ണ് മേടിച്ചു, ട്രൈ ചെയ്തു. പക്ഷെ ഇങ്ങനെ ഡ്രൈ ആയിരുന്നു. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ബണ്ണ് തന്നെ. ഫ്ലോറ് സ്വീറ്റ് പൊട്ടേറ്റോ ആണെന്ന് മാത്രം. പ്രത്യേകിച്ചൊരു ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല.
ഇഷ്ടം പോലെ സ്വീറ്റ് പൊട്ടറ്റോ ഉള്ളതുകൊണ്ട് അവരത് ബണ്ണാക്കി. അങ്ങനെ പല പല സാധനങ്ങൾ, ബണ്ണും പിന്നെ ചപ്പാത്തി പോലത്തെ റോൾസൊക്കെ കണ്ടു. സോ നമ്മളങ്ങനെ ട്രാവൽ കണ്ടിന്യൂ ചെയ്യാണ്. ഇത് കണ്ടോ, അവിടുത്തെ വീടുകളും ഒക്കെ ഗ്രാമപ്രദേശങ്ങൾ, ധാരാളം വാഴകളും ഒക്കെ കാണാം. ഇഷ്ടം പോലെ വാഴയും അവക്കാഡോയും കണ്ടു. അവക്കാഡോ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും അവക്കാഡോ ഉണ്ട്. ഹ്യൂജ് അവക്കാഡോസ്. അതൊക്കെ വില്ലേജാണ് കേട്ടോ. നീറ്റ് വില്ലേജസ് ഒക്കെ വളരെ വൃത്തിയായിട്ട് അവർ വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു 3:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ നാഷണൽ പാർക്കിൻ്റെ റിസപ്ഷനിലെത്തി കേട്ടോ, എൻട്രൻസിലെത്തി. ഇവിടെ നമ്മൾ കുറച്ച് ഇൻഫർമേഷനൊക്കെ ഫിൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുള്ളൂ. ഇവിടെ നമുക്ക് റേഞ്ചേഴ്സ് ഉണ്ട്, അവർ അലൗ ചെയ്യണം. ഇവിടെയൊക്കെ ഫോർമാലിറ്റീസ് ഫില്ല് ചെയ്യണം, ആരൊക്കെ എന്തൊക്കെയെന്നൊക്കെ. അപ്പം അത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് റിസോർട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈവനിങ് 6 കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല, കാരണം അലൗവ്ഡ് അല്ല. അപ്പം നമ്മൾ അഥവാ ലേറ്റായി പോവുകയാണെങ്കിൽ റിസോർട്ടിൻ്റെ പാർക്കിൻ്റെ പുറത്ത് പോവുകയാണെങ്കിൽ യു ഹാവ് ടു പേ അനദർ $100. അപ്പം വളരെ സ്ട്രിക്റ്റ് ആണ് അവർ. 6 to 6 ആണ്. മോർണിംഗ് 6 അവർ തുറക്കുള്ളൂ. ഈവനിങ് 6 ആകുമ്പോൾ യു ഹാവ് ടു ബി ഔട്ട്. അവിടെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പുറത്ത് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ പാർക്കിൽ കയറാൻ $100 കൊടുക്കണം. അങ്ങനെയാണ്. കുറച്ച് ഓൾട്ടിറ്റ്യൂഡിലാണ് അത്, ആ പാർക്കും ആ റിസപ്ഷനും ഒക്കെ കേട്ടോ. അപ്പം ഭയങ്കര തണുപ്പ്, എനിക്ക് തണുപ്പ് ഫീൽ ചെയ്തു. ഇതാണ് ആഫ്രിക്കൻ്റെ ഒരു മാപ്പാണ്. ഇവിടെയാണ് അക്കഗിറ കാണിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ പോകുന്ന സ്ഥലം, നാളെ പോകുന്ന സ്ഥലവും നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലവും ഇവിടെയാണ്. ഇറ്റ്സ് ബോർഡറിങ് ടാൻസാനിയ കേട്ടോ. സെയിം ഫോറസ്റ്റാണ്, അവിടെയുള്ള അതേ ഫോറസ്റ്റാണ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത്. ഭംഗിയുള്ള സ്ഥലമാട്ടോ കാണാൻ. ഇത് കുറച്ച് കുട്ടികൾ, ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ കുട്ടികൾ അവിടെ ടൂർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ തിരിച്ചു പോവാണ്. ആ ബഹളാട്ടോ അത്. ഈ പാർക്ക് റിസപ്ഷൻ ഒരു പ്രത്യേക റൂഫൊക്കെ ആട്ടോ, ഒരു ഓല, ഒരു പുല്ല് പോലത്തെ റൂഫൊക്കെയാണ്. അതിനുള്ളിലൊരു ഗിഫ്റ്റ് ഷോപ്പും ഉണ്ട്. ഇതാണ് ഗിഫ്റ്റ് ഷോപ്പ്. എവിടെ ചെന്നാലും ഗിഫ്റ്റ് ഷോപ്സ് ഉണ്ടാവുമല്ലോ, കാരണം ടൂറിസ്റ്റി പ്ലേസസ് അല്ലേ. അപ്പം ഇവരുടെ കുറേ ഹാൻഡിക്രാഫ്റ്റ്സും മഗ്സ്, അവരുടെ പെയിൻറ്റിങ്സ്, ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ജിറാഫിനൊക്കെ ഉണ്ടാക്കുമല്ലോ, അത് അങ്ങനെയൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അവരുടെ ലോക്കൽ തിങ്സ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ്, ഇവിടെ പ്ലാസ്റ്റിക് ബാൻഡാണ്. നമ്മൾ വരുമ്പോൾ തന്നെ അവരത് ചെക്ക് ചെയ്യും കേട്ടോ. ഇപ്പം ഞാനൊന്ന് പുറത്തിറങ്ങി നാഷണൽ പാർക്കിൻ്റെ ആ റിസപ്ഷൻ്റെ ചുറ്റൊക്കെ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അത് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കാടാണ്, നല്ല കാടാണ്. പിന്നെ ഇവിടെ ഞാൻ കണ്ടത് പാർക്കിൻ്റെ ഉള്ളിലും ഫോറസ്റ്റിൻ്റെ ഉള്ളിലും ചുറ്റുമൊന്നും ടാർ ചെയ്തിട്ടില്ല. ഒക്കെ ഈ ചുവന്ന മണ്ണിൻ്റെ സാധാരണ കച്ച റോഡാണ് കണ്ടോ. ഇതൊക്കെ നമ്മുടെ ചുവന്ന മണ്ണാണ്. അപ്പം ഫുൾ അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുക അവർ. ഇവിടെയാണ് റേഞ്ചർ ഉണ്ടാവുക. ഈ ചങ്ങല കണ്ടോ, അത് അവർ പെർമിഷൻ കിട്ടണം ഇവിടുന്ന് റിസപ്ഷൻ, എന്നാലേ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി വിടുള്ളൂ. 4 ഹോട്ടൽസാണ് പിന്നെ ഈ അക്കഗിരയിലുള്ളത്. ഇതാണ് ഞങ്ങളുടെ അക്കഗിര ഗെയിം ലോഡ്ജ്. ഇവിടെയായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. അപ്പോൾ അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞാട്ടോ ഞങ്ങളെ റേഞ്ചർ ഇങ്ങോട്ട് വിട്ടു. ഓക്കെ,
ഇവിടെയൊക്കെ എല്ലാം കിളി നെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നെസ്റ്റാണത്. ബ്യൂട്ടിഫുൾ ബോട്ടിംഗ് ഉണ്ട്. ഇതാണ് ലേക്ക്. നൈസ് റിസപ്ഷൻ. മാൻറ്റസ് അതാണ് ഹോട്ടലിൻ്റെ പേര്. ഇതാണ് റുവാണ്ടൻ്റെ പ്രസിഡന്റ് പോൾ കഗാമെ. ഇതാണ് ഞങ്ങളുടെ റൂം ടൂർ എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞങ്ങൾക്ക് 4:30 ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് റഷ്യാണായിരുന്നു. അങ്ങനെ ഒരു ധൃതിയിൽ ബാഗ് ജസ്റ്റ് അവിടെ വെച്ചിട്ട് ഞങ്ങൾ പോവുക ചെയ്തത്. സിമ്പിൾ സ്മോൾ റൂം എല്ലാം ഉണ്ടായിരുന്നു. ഓൾ ബേസിക് അമ്യൂണിറ്റീസ് ഉള്ളൊരു റൂമായിരുന്നു. അയ്യോ, നിറയെ കിളികൾ കൂട് വെച്ചിരിക്കുന്നു. ബ്രീഡിങ് സീസണാണെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടോ, ഇതൊക്കെ കിളിക്കൂടാണ്. അവർ സ്വന്തം കിളികൾ ഉണ്ടാക്കുന്ന കൂടുകളാണ് അത്ര. ഇവിടെ എല്ലാ മരത്തിലും ഞാൻ വന്നപ്പോൾ കണ്ടു അത്. ബ്രീഡിങ് സീസൺ അവിടെയൊക്കെ നിറയെ ഉണ്ട്. ഒരു സ്ട്രേഞ്ച് പ്ലാന്റ്. ഇതെന്താ ഇങ്ങനെ? കാക്ടസ് ആണോ? കാക്ടസ്. ഇത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടിയിലുള്ള മരങ്ങളും ചെടികളും കിളികളും ഒക്കെയാണ് കേട്ടോ. ഞങ്ങളൊരു 3:30 റിസോർട്ടിലെത്തിയിട്ടുള്ളത്. 4:30 ബോട്ട് റൈഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ബോട്ടിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. ദേ സീബ്ര. ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട സീബ്രാസ് ആട്ടോ. സീബ്ര ക്രോസിങ്. അവർ ലേക്കിൽ നിന്ന് വെള്ളം കുടിച്ച് തിരിച്ചു പോവുകയാണ് ഈവനിങ്ങിൽ. ഇത് കണ്ടോ, കച്ച റോഡാണ്. ഒരു 1/2 hour ഡ്രൈവായിരുന്നു ഹോട്ടൽ ടു ലേക്ക്. ഇതൊക്കെ പോകുന്ന വഴിക്ക് കണ്ടതാട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി അവിടെ ബോട്ടിൽ ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ അവർ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ബോട്ടിൽ ഇതാണ് കേട്ടോ ലേക്ക്. ബോട്ട് കയറി അങ്ങനെ നമ്മുടെ ബോട്ട് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇവിടെ ധാരാളം വൈൽഡ് ആനിമൽസിനെ കാണാമെന്നാണ് പറഞ്ഞത്. ഹിപ്പോസും ക്രോക്കഡൈൽസ് എസ്പെഷ്യലി, പിന്നെ ബേർഡ്സും. അതാണ് ഇവിടെ കൂടുതൽ കാണാൻ പറ്റുക. That side and slept there. So one you know, traveler. And one of the people, by seeing the tent of Muzungu on the shore of that lake, they named this lake a tent. It's a lake tent. From Spanish. Richard Kuchizu Hari. Kuchizu Hari ugenda baterasa. Afata kuri mugenzi wawe. You know, the African fish eagles, they stay in a couple for life. So this is the case, always together. Fish eagles, black and white. Yeah. Fish eagle. Yeah, Black fish and white. eagles. ഈ പക്ഷീൻ്റെ പേര് ഫിഷ് ഈഗിൾ എന്നാണ് ഗൈഡ് പറഞ്ഞത് കേട്ടോ. നല്ല സീനിക് ബ്യൂട്ടി കണ്ട, ഹിൽസും മെഡോസും ഒക്കെ ആയിട്ടുള്ള സീനിക് ബ്യൂട്ടി ആയിട്ടുള്ളൊരു ബോട്ട് റൈഡായിരുന്നു ഇത്.
ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ളൊരു ലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ ആനിമൽസൊക്കെ ഇപ്പോൾ സീബ്രയൊക്കെ നേരത്തെ വെള്ളം കുടിച്ച് പോകുന്നത് ഈ ലേക്കിൽ നിന്നാണ്. ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. എന്ത് ഭംഗിയല്ലേ, മലയും മെഡോസും ഗ്രാസ് ലാൻഡും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു റൈഡായിരുന്നു അത്. Heron. One which is moving now. Get scared. This is where we spot crocs often. The bird which opened the wings, called African darter, was nicknamed snake bird because of its long neck, wet in water. They are all feed on fish. They are fish dependent birds. They prefer to stay on this island because it's really safe. There's no human activities, just only us. Oh, that's floating? That is crocodile. Only the head. Oh, it's floating. Yeah. It looks like a floating. It's floating. They can grow up to 4 meters length. This guy. 4 meters. Yeah. And inside they can weight up to 700 kilograms. 700 kilogram for that? Yes. Oh. Yeah. Nice crocodiles. Small sea ones. ഈ ലേക്കിൻ്റെ പേര് ലേക്ക് ഇഹേമ എന്നാണ്. ഇത് ആക്ച്വലി പാർക്കിൻ്റെ സൗത്തിലാണ്, ഏറ്റവും സൗത്തിലാണ് ഈ ലേക്ക് ഇഹേമ ഉള്ളത്. അപ്പം ഈ ഫോറസ്റ്റിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് 10 ലേക്ക് ഉണ്ട്. ഇതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ലേക്ക്. Open the wings ഈ അക്കഗര നാഷണൽ പാർക്കിൽ ഇവിടെ രാത്രി നമുക്ക് സഫാരിക്ക് പോവാം. രാത്രി ഗെയിം ഡ്രൈവ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ഹൈക്കിംഗ് ഉണ്ട്, നേച്ചർ വാക്ക് ഉണ്ട്, ബേർഡിംഗ് ടൂർ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. ഈ ലേക്കിൻ്റെ ഈസ്റ്റേൺ പാർട്ട് ആക്ച്വലി റുവാണ്ടൻ്റെ ബോർഡർ, ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ ലേക്കും ടാൻസാനിയും ബോർഡറാണ്. ടാൻസാനിയുടെ ബോർഡറായിട്ട് വരും ഈ ലേക്കിൻ്റെ ഈസ്റ്റേൺ പാർട്ട് കേട്ടോ. അപ്പം ഇതാണ് ഈ ലേക്കിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ. What a beautiful view അല്ലേ. ഫുൾ മെഡോസ് ആൻഡ് റിവർ, ഒരു സീനിക് വ്യൂ. ഇതൊരു ഫോറസ്റ്റാന്ന് പറയേയില്ല. ഇത് ഹിപ്പോ ആണ്. ഹിപ്പോ വെള്ളത്തിൽ കിടക്കുകയാണ്. ഹിപ്പോ അറിയാമല്ലോ, അത് എപ്പോഴും വെള്ളത്തിലുണ്ടാവുക. ബിക്കോസ് അതിൻ്റെ സ്കിൻ ഇസ് വെരി സെൻസിറ്റീവ് ടു സൺലൈറ്റ്. അപ്പം രാത്രിയായി മാത്രമേ ഹിപ്പോ വരുള്ളൂ. യൂഷ്വലി ഹിപ്പോപ്പൊട്ടാമസ് ഒരു 10 കിലോമീറ്റേഴ്സ് ഫ്രം ദ വാട്ടറെ അവർ ഉണ്ടാവും. അത്രയും ദൂരെ അവർ പോവുള്ളൂ. ബിക്കോസ് അവർക്ക് എത്രയും പെട്ടെന്ന് വെള്ളത്തിലേക്ക് തിരിച്ചു വരണം. അവരുടെ സ്കിന്ന് വളരെ സെൻസിറ്റീവാണ്. പിന്നെ ഹിപ്പോൻ്റെ ഫുഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗ്രാസ്. അവർ പുല്ലാണ് കേട്ടോ കഴിക്കുന്നത്. ഇത് വാട്ടർ ബഗ്സ് ആണ് കേട്ടോ. ആൻറ്റിലപ്പ് ഫാമിലിയിലുള്ള വാട്ടർ ബഗ്സ് ആണ്. അവർ വെള്ളം കുടിക്കാനും പുല്ല് കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ മാനിനേക്കാളും കുറച്ചും കൂടെ വലിയ അതേ ഫാമിലിയാണ്, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ് കേട്ടോ അത്. ഈ വാട്ടർ ബഗ്സ് ഈ ആഫ്രിക്കൻ സവാനകളിൽ ലേക്കിൻ്റെ അടുത്തുള്ള ആനിമൽസ് ആണ് കേട്ടോ. ദേ ഒരു ക്രോക്കഡൈൽ ഫ്ലോട്ടിങ് കാണുന്നുണ്ടോ? ക്രോക്കഡൈലാണത് കേട്ടോ. ക്രോക്കഡൈൽ നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ദേ പോകുന്നത് കണ്ടോ? ഈ ലേക്കിൽ ധാരാളം ക്രോക്കഡൈൽസും ഹിപ്പോപ്പൊട്ടാമസും ഉണ്ട് കേട്ടോ.
സവാന ലാൻഡ്സ്കേപ്പ് എന്ത് ഭംഗിയാ. ആൻഡ് വാട്ടർ പാർക്സ് ഓഫ് ടു ഗുഡ്. നല്ല വ്യൂ സൈറ്റ് അല്ലേ. സോ അങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ ബോട്ട് റൈഡ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിൽ കൂടെ കാണുന്ന ഈ തെങ്ങ് പോലെയുള്ള ട്രീസ് വൈൽഡ് പാംസ് ആണ് കേട്ടോ. വൈൽഡ് പാംസ്. ഈ പാമ്പിൻ്റെ മേലെയാണ് ഇവിടുത്തെ ബബൂൺസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു തരം ടൈപ്പ് ഓഫ് മങ്കീസാണ്. അവർ രാത്രി ഇവിടെയാണ് അത്ര ഉറങ്ങുക ടു എസ്കേപ്പ് ഫ്രം പ്രെഡറ്റേഴ്സ്. അതിൻ്റെ മുകളിൽ കൊമ്പത്ത് കാണാം, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ കൊമ്പത്ത് അവർ ഇരുന്ന് ഉറങ്ങും. രാത്രി അവരെവിടെയാണ് സ്പെൻഡ് ചെയ്യുക, ഈ വൈൽഡ് പാമ്പിൻ്റെ മുകളിൽ. ഓക്കെ, കാണാൻ പറ്റുമോ എന്നറിയില്ല. അതിൻ്റെ മുകളിൽ അവർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ദേ ഇവിടെയൊക്കെ അവരിയ്ക്കുന്നുണ്ട്, കണ്ടോ, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെയൊക്കെ അവർ ഇരുന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 o'clock ഒക്കെ ആയി. ഞങ്ങളുടെ ബോട്ട് സഫാരി ഓൾമോസ്റ്റ് കമ്മിങ് ടു എൻ എൻഡ് ആണ്. കണ്ടോ, വെളിച്ചെല്ലാം പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ബാക്ക് ടു പിന്നെ ബോട്ടിൻ്റെ ജെട്ടിയിലേക്ക് പോവാണ്. എല്ലാം പീസ്ഫുള്ളായി, എല്ലാ ആനിമൽസും ഉറങ്ങുകയാണ്. ബബൂൺസൊക്കെ ഉറങ്ങുന്നു. എല്ലാ ആനിമൽസും തിരിച്ചു പോയിട്ടുണ്ടാവും. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തൊരു ബോട്ട് സഫാരി ആയിരുന്നു കേട്ടോ. വളരെ ഇൻഫോർമേറ്റീവും, കുറേ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റി. ക്രോക്കഡൈൽസ്, ഹിപ്പോപ്പൊട്ടാമസ്, അങ്ങനെ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ സഫാരി ആയിരുന്നു. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആക്ച്വലി ഒരു ബേർഡ് വാച്ചിങ് സഫാരി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഐ എൻജോയ്ഡ് ഇറ്റ്. ഞാൻ thoroughly എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സഫാരി. തിരിച്ച് ഞങ്ങൾ ബോട്ട് ജെട്ടിയിലെത്തിയപ്പോഴേക്കും ഇറ്റ് വാസ് വെരി ഡാർക്ക്. 6 മണി കഴിഞ്ഞല്ലോ. അപ്പം പിന്നെ ഞാനൊന്നും റെക്കോർഡ് ചെയ്തില്ല. അങ്ങനെ തിരിച്ച് ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയി. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ ഡിന്നർ ഞങ്ങൾക്ക് ഗ്രിൽഡ് ചിക്കൻ, വെജിറ്റബിൾസ് ആൻഡ് റൈസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു വണ്ടർഫുൾ ഡേ സ്പെൻഡ് ചെയ്തു. ഇനി പുതിയ വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സി യു, ടേക്ക് കെയർ.